ഹലോ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ചെയ്യുന്ന ഫേസ് മസാജസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വലിയ മാറ്റമൊന്നും എൻ്റെ ഫേസിൽ വന്നിട്ടില്ല. പക്ഷെ എന്നാലും ഞാനിപ്പോൾ കുറച്ച് ഒരു 2 മാസമായിട്ട് ചെയ്തു തുടങ്ങിയ കുറച്ച് ഫേസ് മസാജസ് ഉണ്ട് മുഖത്തിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. മേ ബി ഒരു 5-6 മാസം കഴിഞ്ഞിട്ടായിരിക്കും മേ ബി അതിൻ്റെ റിസൾട്ട് വരിക. ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്താൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര വലിയ റിസൾട്ട് വന്നതായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ എന്തായാലും ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടെ കാണുന്ന ഈ പിമ്പിൾസൊക്കെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഐബ്രോസിൻ്റെ ഒരു ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എൻ്റെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഓയിലായിട്ട് അത്ര സ്യൂട്ടബിളായിട്ടുള്ള ഫേസ് അല്ല എന്ന് വെച്ചാൽ പിന്നെ അതിൻ്റേതായ ഇറിറ്റേഷൻസൊക്കെ എൻ്റെ മുഖത്ത് കാണാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഏകദേശം 1 മാസമായിട്ട് ഐബ്രോസിന് വേണ്ടിയിട്ട് ഒരു ഓയിൽ അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കാരണം രാത്രി കിടന്ന് പുരട്ടിയിട്ടാണ് ഉറങ്ങുക. അപ്പോൾ അതുകൊണ്ട് മുഖത്തൊക്കെ അതിന് ശേഷം ആണ് ഇങ്ങനെ വളരെ എവിഡൻ്റായിട്ട് പിമ്പിൾസൊക്കെ വന്നിട്ട് കാണുന്നത്. അപ്പോൾ എന്തായാലും ഫേസ് മസാജ് എങ്ങനെ ചെയ്യുന്നുള്ളത് ഞാൻ പറയാം. ആദ്യം തന്നെ വെള്ളം നനയ്ക്കും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, അതായത് ഞാൻ യൂഷ്വലി നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഓയിലി ഫേസ് അല്ല, അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇറിറ്റേഷൻസ് ഉണ്ടാവില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യാം. ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യാം. എനിക്കത് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തേൻ യൂസ് ചെയ്തിട്ടാണ് ഫേസിൽ മസാജസൊക്കെ ചെയ്യുന്നത്. എനിക്ക് പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ തേനില്ല, തേൻ തീർന്നു പോയി. അതുകൊണ്ട് ഞാനിങ്ങനെ അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. പക്ഷേ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് കാരണം ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട്, ഭയങ്കര വെറും ഫേസ് മസാജ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ തേനാണ് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ഓയിൽ അലർജിയാണ്, ഓയിൽ പറ്റില്ല മുഖത്ത്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ തേനില്ലാത്തതുകൊണ്ട് അലോവേര ജെല്ലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ റോ അലോവേര ജെല്ല് യൂസ് ചെയ്യും. അത് അത്രയും നല്ലതാണ് ഫേസിന്. ഇവിടെ എനിക്ക് റോ അലോവേര ജെല്ല് കിട്ടാനുള്ള വകുപ്പില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഷോപ്പിൽ നിന്ന് വാങ്ങിയ അലോവേര ജെല്ല്. ഇതിന് ശരിക്കും നല്ല നല്ല സൈഡ് എഫക്ട്സ് ഉണ്ടാവും, കാരണം കെമിക്കൽസാണ് ഇതിന് മൊത്തം. അപ്പോൾ അതുകൊണ്ട് ഈ അലോവേര ജെല്ല് യൂസ് ചെയ്യേണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പകരം ഇത് തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ കാണിക്കുന്ന ഫേസ് മസാജസ് ഒക്കെ ഇൻസ്റ്റയിൽ നിന്നും യൂട്യൂബിൽ നിന്നും മറ്റ് പലരും ചെയ്തത് എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ കളക്ട് ചെയ്തിട്ട് എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്യുന്നു. അതല്ലാതെ ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയ മസാജസ് ഒന്നും അല്ല ഇത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. തേൻ എന്ന് പറയുന്നത് മുടി നരയ്ക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ടുള്ളവർ. എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് തേൻ യൂസ് ചെയ്യുമ്പോൾ മുടിയൊക്കെ മാക്സിമം മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് വല്ല ബാൻഡോ ഒക്കെ ഇട്ടിട്ട് അത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്താൽ മതി. കാരണം എനിക്കത് നരക്കോ അല്ല ഇല്ലയോ എന്നൊക്കെ കൺഫേം ആയിട്ട് പറയാൻ എനിക്കറിയില്ല, കാരണം എനിക്കതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല. ഞാനിപ്പോൾ തേൻ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ മാക്സിമം എല്ലാ മുടിയൊക്കെ ബാക്കിലേക്ക് എടുത്തിട്ട് അങ്ങനെ വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇയർ മസാജിങ്ങിൻ്റെ ഒരു ടൈമുണ്ട്. ആ സമയത്ത് ഞാൻ അതിന് വേണ്ടി മാത്രം, അതായത് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു മസാജ് ഉണ്ട്. ആ സമയത്ത് ഞാൻ ഈ പറയുന്ന തേൻ യൂസ് ചെയ്യില്ല. അത് പ്ലെയിൻ വാട്ടറിലാണ്. ആ മസാജൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ തേൻ വെച്ചിട്ട് തുടങ്ങുക. അപ്പോൾ ഫസ്റ്റത്തെ മസാജ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. എപ്പോഴും നിങ്ങളിപ്പോൾ മിററിൻ്റെ മുന്നിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ യൂഷ്വലി ചെയ്യുമ്പോൾ ഒരു വാഷ് ബേസിൻ്റെ മുന്നിലൊക്കെയാണ് ഇരുന്ന് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം, കാരണം ഇത് ഡ്രൈ ആവരുത്, കൈ അല്ലെങ്കിൽ മുഖം ഡ്രൈ ആവരുത്. മാക്സിമം ഒരു നല്ല ഗ്രിപ്പ് കിട്ടണം, എന്നാൽ മാത്രമേ മസാജിൻ്റെ ആ ഒരു പെർഫെക്ഷനോടുകൂടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യുക, പിന്നെ ചെവിയിലും. അപ്പോൾ ഫസ്റ്റത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ കൈ ഇവിടെ പ്രസ് ചെയ്തിട്ട് പിന്നെ മൂക്കിൻ്റെ ഈ ഭാഗത്തിലേക്കാണ് ഫസ്റ്റ് മസാജ്. ഞാനിപ്പോൾ ചെയ്യുന്ന എല്ലാ മസാജും ഒരു 15 മുതൽ 30 പ്രാവശ്യം വരെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ടൈമിനും നിങ്ങളുടെ സിറ്റുവേഷനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണം മാറ്റാവുന്നതാണ്. ഞാൻ എപ്പോഴും ആദ്യത്തെ പ്രാവശ്യമൊക്കെ 15 എണ്ണം ചെയ്തു. പിന്നീട് അതിൻ്റെ എണ്ണം കൂട്ടി ഇപ്പോൾ 30 പ്രാവശ്യം ഞാൻ ചെയ്യും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പ്രസ് ചെയ്തിട്ട് 1,
15. ഇത് ചെയ്യുമ്പോൾ പതുക്കെ ചെയ്താൽ പോരാ, എത്ര പ്രസ് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് പ്രസ് ചെയ്യണം. ഓക്കെ, ഇത് 15 30 ചെയ്ത് കഴിഞ്ഞ ഓർഡറെ തന്നെ നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഇത് ചെയ്ത് ഇവിടെ അവസാനിക്കുമല്ലോ, ഇങ്ങനെ ചെയ്ത് ഇത് അവസാനിക്കുമല്ലോ, അവിടെ കൈ ഇവിടെ തന്നെ ഉണ്ടാവണം. അവിടെ നിന്ന് പിന്നെ നേരെ പോവുക, ഐബ്രോസ് ടു കണ്ടടം, പിന്നെ അഗെയിൻ ഐബ്രോസ് കണ്ടടം, ഐബ്രോസ് കണ്ടടം, ഇവിടെയൊക്കെ. പിന്നെ കൈ ഇങ്ങനെ ചുറ്റിക്കുന്ന സമയത്ത് ഇവിടെ നന്നായിട്ട് പ്രസ് ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഇവിടെയുള്ള ബോണിലാണ് പ്രസ് ചെയ്യുന്നത്, ഈ കൺതടത്തിലല്ല, കണ്ണിനെ മുട്ടിച്ചുകൊണ്ടല്ല, അവിടെ ഈ ബോണിനാണ്. അപ്പോൾ പിന്നെ അധികം പ്രസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തേക്കൂടെ ആയിട്ട് ഇവിടുത്തെ ബോണിലേക്കാണ് പ്രഷർ മൊത്തം പോകുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. കൈ ഇവിടെ തന്നെ ഉണ്ട്, അതൊരു 15 to 30 ടൈംസ്, അങ്ങനെ 15 to 30 ടൈംസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൈ ഇങ്ങനെ കപ്പ് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ പൊത്തിപ്പിടിക്കുക. ഇങ്ങനെ ക്ലോക്ക് വൈസ് എത്ര 15 to 30 15 പ്രാവശ്യം ചെയ്താൽ മതി. ആൻറ്റി ക്ലോക്ക് വൈസ് 15, ടോട്ടൽ 30 ആക്കിയാൽ മതി. അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതാണ് ഞാൻ ഫസ്റ്റ് തേനൊക്കെ യൂസ് ചെയ്ത് മസാജ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് ചെയ്യുന്ന എക്സസൈസ്. അത് കഴിഞ്ഞിട്ട് വെള്ളം ഇടയ്ക്കിടയ്ക്ക് കയ്യിലൊഴിച്ച് നനച്ചുകൊണ്ടിരിക്കുക കൈ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടത് തേനോ അലോവേരയോ അല്ലെങ്കിൽ പിന്നെ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. മുഖത്തും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കഴുത്തിൽ നിന്ന് പിന്നെ ടോപ്പിലേക്ക് അങ്ങനെയാണ് പോവുക. അപ്പോൾ കഴുത്തിൽ മസാജിങ് തുടങ്ങുക. മുകളിലേക്കാണ് മസാജ് ചെയ്യേണ്ടത്. 1 2 3 4 5 അങ്ങനെ 15 to 30 ടൈംസ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഒന്നുകിൽ ഇങ്ങനെ കൈപിടിക്കുക, എന്നിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കൈപിടിക്കുക, ഇങ്ങനെ, എന്നിട്ട് ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ചെയ്താൽ മതി, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. മാക്സിമം ഇവിടുത്തെ മസിൽസിന് പ്രഷർ കൊടുക്കുക. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു 15 to 30 ടൈംസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന്, അത് ഈ 2 വിരൽ വെച്ചിട്ട് നമ്മുടെ ഈ സ്മൈൽ ലൈൻ ഉണ്ടല്ലോ അവിടെ ഇത് 15 to 30 ടൈംസ്. അത് കഴിഞ്ഞിട്ട് ഈ 2 വിരൽ അഗൈൻ വെച്ചിട്ട് ഇവിടുന്ന് നിങ്ങൾ ഇവിടെ ചെയ്തിട്ട് ഇവിടെ എൻ്റെ ഏൽപ്പിച്ചല്ലേ, അവിടുന്ന് പിന്നെ ഇങ്ങനെ, അങ്ങനെ 15 to 30 ടൈംസ്. അപ്പോൾ ആദ്യം കഴുത്ത് മുകളിലേക്ക് മസാജ്, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ. ഇത് ഓരോന്നും 15 to 30 ടൈംസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അത് ഈ ഒരു ലൈനിന് ഇങ്ങോട്ടേക്ക് വെച്ചാൽ ഈ ഒരു ലൈൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡിസ്കളറേഷനോ സ്മൈൽ ലൈനൊക്കെ ഫോം ചെയ്തത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മസാജ്. അതേപോലെ ഈ സൈഡും അതേപോലെ 15 to 30 ടൈംസ് ചെയ്യാം. ഇതും ചെയ്തിട്ട് പിന്നെ ഇതും കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഫോർഹെഡ് ഉണ്ടല്ലോ, അവിടെ ഈ ലൈൻസ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് 3 വിരൽ വെച്ചിട്ട് 1 2 3 4 5 6 അങ്ങനെ 15 to 30 ടൈംസ്. പിന്നെ നമ്മൾ വയസ്സാവും തോറും ഇവിടെ ലൈൻസ് വീഴും, അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും 2 സൈഡിലേക്ക് ഇങ്ങനെ പുള്ളി ചെയ്തിട്ട് ഒരു മസാജ്, അതും ഒരു 15 to 30 ടൈംസ്. ഇപ്പുറവും അതുപോലെ 15 to 30 ടൈംസ്. പിന്നെ ഇവിടെ ഈ സാഗിങ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ രണ്ടും ഇങ്ങനെ വെക്കുക. കൈ രണ്ടും ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് മുകളിലേക്ക് പുള്ളി ചെയ്യുക, മുകളിലേക്ക് ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് ചെയ്യുക, എന്നിട്ട് അതേപോലെ ബാക്കിലേക്ക് പുള്ളി ചെയ്യുക.
ഓക്കെ, നമ്മൾ നെറ്റി നമ്മളായിട്ട് ചുളിക്കേണ്ട കാര്യമില്ല. കൈ വെച്ചിട്ടാണ്, കയ്യിലാണ് ഫുൾ പ്രഷറും കൊടുക്കേണ്ടത്. കൈ വെച്ച് മുകളിലേക്ക് വലിക്കുക, അതേപോലെ തന്നെ ബാക്കിലേക്കും വലിക്കുക. എന്നിട്ട് താഴേക്ക് ഇങ്ങനെ നോക്കുക. അതായത് ഇവിടെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഈ കൺപോള താഴേക്ക് ഫോഴ്സ്ഫുള്ളി ചെയ്യുമ്പോൾ ഇവിടുത്തെ മസിൽസ് ടൈറ്റായി മാറും. അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് പിടിക്കുക, അതേപോലെ ബാക്കിലേക്ക് വലിക്കുക. എന്നിട്ട് ഇങ്ങനെ കണ്ണ് അടച്ചടച്ച് അത് ഏകദേശം ഒരു 15 to 30 ടൈംസ് കണ്ണടച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതിൻ്റെ സ്പീഡ് കൂട്ടുക, കണ്ണ് ഫാസ്റ്റായിട്ട് അടക്കാം. ആദ്യം പതുക്കെ ചെയ്യാം, പിന്നെ ഫാസ്റ്റായിട്ട് ചെയ്യാം. അങ്ങനെ 15 to 30 ടൈംസ് അതും ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഫേസിന് മസാജ് ചെയ്യുന്ന സംഭവങ്ങൾ. ഇനി നമ്മുടെ മൊത്തം ഫേസിനെയും എക്സസൈസ് കൊടുക്കാം. അതാണ് ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഞാൻ മറന്നുപോയ വേറെ കാര്യമുണ്ട്. നമ്മുടെ ചെവി ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത്, ഇതും ഞാൻ ചെയ്യാറുണ്ട്. ഇത് പക്ഷേ ഞാൻ തേനൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്നൊരു സംഭവമാണ്. അതായത് ഈ ഒരു സംഭവം ഇതുമൊക്കെ കഴിഞ്ഞാടും ചെയ്യുന്ന സംഭവമാണ് ഇതിങ്ങനെ പ്രസ് ചെയ്യുന്നത്. ഇതും ഒരു 15 to 30 ടൈംസ് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഞാനിത് തേനൊക്കെ കയ്യിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് ഇവിടെയൊക്കെ പിടിക്കുമ്പോൾ മുടിക്കൊക്കെ തേനായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ മുടി നരച്ച് പോകണ്ടെന്നുള്ളൊരു പേടി കൊണ്ടാണ്. കാരണം അതിൻ്റെ സയൻറ്റിഫിക് റീസൺസ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേനൊക്കെ കയ്യിലാക്കുന്നതിന് മുന്നേ തന്നെയാണ് ഈ ചെവിയുടെയും പിന്നെ ഈ സംഭവം മുടിക്ക് ഏകദേശം ആവുന്ന ടൈപ്പിലുള്ള എക്സസൈസൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം, അത് ഈ സംഭവം ഇതും കഴിഞ്ഞിട്ട് ചെവിയുടെ ഇതും കഴിഞ്ഞിട്ടാണ് തേൻ വെച്ചിട്ടുള്ള പ്രയോഗം ഞാൻ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് എക്സസൈസസ്, ഫേസ് മസാജസ്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഫോളോ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും മുഖം കഴുകിയിട്ട്, അതായത് മുഖത്ത് വെള്ളം ഇങ്ങനെ ആക്കിയതിന് ശേഷം എല്ലാവരും ചെയ്യുന്ന സംഭവമാണ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വലിക്കുന്നത്. മാക്സിമം താഴേക്ക് വലിക്കാതിരിക്കുക, മാക്സിമം മുകളിലേക്ക്. അതായത് നിങ്ങൾ വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് ആക്കിയതിന് ശേഷം ഇവിടുന്ന് അങ്ങനെ ആക്കിക്കോളൂ. അതായിരിക്കും ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാകുമ്പോൾ ഈ മസിൽസ് ഇങ്ങനെ തൂങ്ങി നിൽക്കില്ല. ഇപ്പം ഞാൻ കുറച്ച് 2 മാസമായിട്ട് ചെയ്തു വരുന്ന ഒരു സംഭവമാണത്. കാരണം എനിക്കിതായി ഈ സാധനം വന്നു തുടങ്ങി, ചെറുതായിട്ടേ ഇല്ലൂ, പക്ഷെ എന്നാലും വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫേസ് മസാജിങ്ങേ സ്റ്റാർട്ട് ചെയ്തത്. ഇനി അടുത്ത് നമുക്ക് എക്സസൈസിലേക്ക് പോവാം. ഫേസ് റിലേറ്റഡ് എക്സസൈസസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ എന്ന് വെച്ചാൽ വളരെ ചുരുക്കം ഒരു 1, 2, 3, 4 ആണ് മാക്സിമം എക്സസൈസസ് ചെയ്യുന്നത്. അതിൽ കൂടുതലൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫേസ് എക്സസൈസ് എല്ലാം ഞാൻ 100 ടൈംസാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ 25 ആക്കാം, അത് 50 ആക്കാം, പിന്നെ പതുക്കെ 100 ആക്കിയാൽ മതി. ആദ്യം തന്നെ 100ലേക്ക് എത്തിക്കാൻ നിൽക്കണ്ട. ഞാൻ 1 മാസം കഴിഞ്ഞു 100ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ പിടിക്കുക. ഇതാണ് നമ്മുടെ എക്സസൈസ്. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് പൊക്കണം. ഇങ്ങനെ എത്ര ടൈറ്റ് ആക്കിയിട്ട് മുകളിലേക്ക് ബാക്കിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും ടൈറ്റ് ആക്കുക. പിന്നെ ഇങ്ങനെ ആക്കുന്നതാണ് കൗണ്ട് ചെയ്യേണ്ടത് 100. അങ്ങനെ, അതായത് ഈ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾ 1, 2, 3 ആയിട്ട് കൗണ്ട് ചെയ്യേണ്ടത്. മനസ്സിൽ കൗണ്ട് ചെയ്താൽ മതി. എന്നിട്ട് എത്രയും ടൈറ്റിൽ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും ടൈറ്റിൽ കൊണ്ടുപോകുക. ഇതാണ് ഒന്നാമത്തെ എക്സസൈസ്. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് 100 പ്രാവശ്യം മനസ്സിൽ കൗണ്ട് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ എക്സസൈസ്. അപ്പോൾ മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നാവ് വെച്ചിട്ട് ഇതിൻ്റെ ലിപ്സിൻ്റെ അകത്ത് മസാജ് ചെയ്യുക. ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. അത് 15 ടൈംസ് ക്ലോക്ക് വൈസ്, 15 ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇങ്ങനെ മസാജ് ചെയ്യുക. ലിപ്സ് മാക്സിമം ടൈറ്റ് ചെയ്ത് പിടിക്കണം. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ ഓപ്പൺ ആവാനുള്ള ശ്രമം നമ്മൾ തന്നെ നടത്തും, ഓപ്പൺ ആക്കാനുള്ള ശ്രമം നമ്മൾ തന്നെ നടത്തും. പക്ഷേ മാക്സിമം ലിപ്സ് ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഈ ടങ്ക് വെച്ചിട്ട് അകത്ത് ഫുള്ള് മസാജ് ചെയ്യുക. ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. 15 ടൈംസ് ക്ലോക്ക് വൈസ്, 15 ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതാണ് തേർഡ് മസാജ്. പിന്നെയുള്ള ലാസ്റ്റുള്ള ഒരു മസാജ് അല്ല എക്സസൈസ്. പിന്നെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ കുറച്ച് കോമഡിയാണ്. പക്ഷെ എന്നാലും ആദ്യം
ഇത്ര സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇത് ഒരു 15 ടൈംസ് ഒന്നും വേണമെന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 ടൈംസ് മാത്രം ചെയ്യുക. ഒന്നുകൂടി കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന വേറൊരു സംഭവമാണ്, ഓരോ പ്രഷർ പോയിൻറ്റിൽ ക്ലോക്ക് വൈസ് 9 ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസ് 9 ടൈംസ്. ഇത് ശരിക്കും എത്രത്തോളം വർക്ക് ആവും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇതുപോലെ ഇൻസ്റ്റയിൽ കണ്ടൊരു പോസ്റ്റാണ്, അതിൻ്റെ ജസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. അത് താല്പര്യമുള്ളവർ മാത്രം ചെയ്യാം, അല്ലാത്തവർ ചെയ്യേണ്ട. ഫസ്റ്റ് അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഏകദേശം ഈ ഒരു പോയിൻറ്റിലായിട്ട് പ്രസ് ചെയ്തിട്ട് ക്ലോക്ക് വൈസ് 9 ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസ് 9 ടൈംസ്. പിന്നെ അതേപോലെ ഈ ഒരു പോയിൻറ്റിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, നമ്മുടെ വായ തുറക്കുന്ന ഈ ഭാഗത്തൊരു പോയിൻറ്റിലായിട്ട് സെയിം ക്ലോക്ക് വൈസ് 9 ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസ് 9 ടൈംസ്. അതുകൂടാതെ പിന്നെ ഈ ജോ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് ക്ലോക്ക് വൈസ് 9 ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസ് 9 ടൈംസ്. ഈ ഒരു സംഭവം താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. കാരണം ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവും, ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ ഒന്നും എനിക്കറിയില്ല. ഈ മൊത്തം ഫേസ് മസാജിൻ്റെയും സൈഡ് എഫക്ട്സോ എക്സസൈസിൻ്റെ സൈഡ് എഫക്ട്സോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് ഞാൻ നോക്കി കണ്ടുപിടിച്ച വീഡിയോസിൽ ഇത്തരം ഈ എക്സസൈസൊക്കെ എനിക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഇത്രയും നാളും 2 മാസമേ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയും നാളും വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി ലോങ് ടേം എഫക്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ഒക്കെ കൂടെ ഈ ഫേസ് മസാജിൻ്റെയും പിന്നെ ഫേസ് എക്സസൈസിൻ്റെ ഒക്കെ കൂടെ ഞാൻ ചെയ്യുന്ന വേറൊരു സംഭവമാണ് നമ്മുടെ കണ്ണിന്. കാരണം എന്തായാലും ഞാൻ ചെവിക്കുള്ള മസാജിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ ഐബ്രോസിന് ചെയ്യുന്നുണ്ട്, പിന്നെ മീൻസ് ഫോർഹെഡ്, ചീക്ക്, ചിൻ ഒക്കെ എല്ലാം ചെയ്യുന്നുണ്ട്, ത്രോട്ട് അടക്കം ചെയ്യുന്നുണ്ട്, നെക്ക് അടക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് കണ്ണിനും കൂടി ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ കണ്ണിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസാണ്. ഒന്നുമില്ല, നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ, സൈഡ് ടു സൈഡ്, റൊട്ടേറ്റ്, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, അതെല്ലാം 12 ടൈംസ് ഈച്ച്. ഇതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയും ചെയ്യാറുണ്ട്. പിന്നെ വേറെ എന്താ ചെയ്യാറ്? അത്രയേ ഉള്ളൂ. ഇത്രയാണ് ഞാൻ ഡെയിലി ചെയ്യാൻ മറന്നു പോവാതെ ചെയ്യുന്ന എൻ്റെ ഡെയിലി റുട്ടീനിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന എൻ്റെ ഫേസ് മസാജ് എക്സസൈസ്. അത്രയും. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ ഇതൊന്ന് ചെയ്തു നോക്ക്. മേ ബി ഒരു 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു റുട്ടീനായിട്ട് മാറും അത്. അപ്പോൾ പിന്നെ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു 3 മാസം എങ്ങനെയെങ്കിലും സഹിച്ചതൊന്നും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. തരാം.